ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പറഞ്ഞത് മണ്ടത്തരമായി പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ട്. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വാല് നിവരില്ലെന്ന് കേട്ടിട്ടില്ലേ? എന്താണ് അതിന്റെ മുഖത്തൊരു വാട്ടം? വാട്ട് ഇസ് ദ പ്രോബ്ലം? ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂല് വലിയൊരു, അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ട്. വേണ്ട വെച്ചമ്മി വേണ്ട, അതിന് കിടന്ന് കളിച്ചാൽ തീക്കളിയാകും. മാനസികമായി ഞാൻ വളരെയധികം എന്റെ ദൈവമേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്ന് അവന് ഇന്നൊന്നിട്ട് പൊട്ടിക്കേണ്ടവരോടാ അഹങ്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. വെളിവുണ്ടേ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ? ഞങ്ങൾ നിരപരാധികളായിട്ട് കാണാം. ഞാൻ ഹാൻഡിൽ ചെയ്ത, എന്താ പറയാ, ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. ഒരുമാതിരി ഡോൾബി വർത്താൻ എന്റെ അടുത്ത് പറയരുത്. അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടുകൂടി ഞാൻ അതിനെ എടുത്തു. വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, അത് ഞാൻ പറഞ്ഞു, ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നി. കിടപ്പാടം പോവുക സാധ്യത ഇല്ലാതല്ല. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നു. ഞാനാകെ കൺഫ്യൂഷൻ. നിങ്ങൾക്ക് എന്റെ ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. വെള്ളം ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് കുട നിവർത്തി വെച്ചാ പോരെ? അപ്പൊ ഒഴിക്കാൻ വെള്ളം എവിടെ? ഇല്ലത്തെ അങ്ങനെ ഒരു പതിവില്ല. എന്റെ പാരമ്പര്യാണ്. എന്നാ പിന്നെ വെറുതെ മെനക്കണ്ടല്ലേ, അതാ നല്ലത്. ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. ആദ്യത്തേതും അവസാനത്തും. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. പല പല കള്ളന്മാരും ഇപ്പൊ അങ്ങനെ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. മാനസികമായി ഞാൻ വളരെയധികം തകർന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.